അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ എപ്പോഴും വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോവാണ്. റെഡി, ടേക്ക് ഓഫ്. കൊണ്ടുപോക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണെന്ന് പറയട്ടെ ഗൈസ്, നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് വരാറുള്ള മലയിലല്ലേ. ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു മലയിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നമ്മൾ പുതിയ ഡ്രോണൊക്കെ വാങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ഒക്കെ ഇവിടെ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോസുവേട്ടനും അച്ഛനും കൂടെ കൂടി ഡ്രോൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡ്രോൺ പറത്താൻ പോകട്ടോ. എനിക്ക് അത് ഞാൻ അച്ഛച്ച് കയറി കാണിക്കാം. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഡ്രോൺ പറത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വ്യൂ നമുക്ക് ആകാശ കാഴ്ചയൊന്ന് കാണാം. അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേടി. അപ്പോൾ ഞങ്ങൾ മൊബൈൽ സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം ആകാശ വിസ്മയം കാണിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ DJയുടെ ഡ്രോണാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റായിട്ട് ബാറ്ററി 3 ബാറ്ററിയൊക്കെ ഉണ്ട്. ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മൗസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ബാറ്ററി ഇട്ടു. അപ്പോൾ ഇരിക്കുന്നു. ഡ്രോൺ എടുത്തോ. DJI Mavic Mini എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. 249 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലൈസൻസ് ഇല്ലാതെ എവിടെ വേണമെങ്കിലും പറത്താം. നല്ല ഉയർത്തി പോകുന്ന നല്ല ക്ലാരിറ്റിയുള്ള സാധനമാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹമായിരുന്നു ഡ്രോൺ മേടിക്കണം. നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ കാണികളെയൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചയിലായിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഡ്രോണൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലൈ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഓൺ ചെയ്യണം കേട്ടോ. ഓൺ ചെയ്യണമെങ്കിൽ നമ്മുടെ അടിയിലുള്ള സ്വിച്ച് ഒരു സിംഗിൾ പ്രസ് പിന്നെ ഒരു ലോങ് പ്രസ്. അപ്പോൾ ഇത് അന്നേരത്തേക്ക് ഓണാവും. അപ്പോൾ നമ്മുടെ ഗിംബലയിലുള്ള ക്യാമറയൊക്കെ ഒന്ന് നേരെ സൂട്ടപ്പാവും. അപ്പോൾ ഇത് ഓക്കെ ആയി. അതിനുശേഷം നമ്മളിതിനെ പറപ്പിക്കാനുള്ള രീതിക്ക് വെക്കുന്നു. അപ്പോൾ നമ്മളതിൻ്റെ റിമോട്ട് എടുക്കുന്നു. റിമോട്ട് അതിൻ്റെ ഏരിയയിലും കാര്യങ്ങളെല്ലാം കറക്റ്റാക്കിയിട്ട് അതും അതുപോലെ തന്നെ 1 പ്രസ് സെക്കൻഡ് ലോങ് പ്രസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ബീപ്പ് സൗണ്ട് കേൾക്കും. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മൊബൈൽ കണക്ട് ചെയ്യുക. ഇവിടെ ഒരു ഇതിനകത്ത് എല്ലാ ടൈപ്പ് കേബിളും വരുന്നുണ്ട്. ലൈറ്റ്നിങ് കേബിൾ, ഐഫോണിനുള്ള കേബിള്, എല്ലാ ടൈപ്പ് കേബിളും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരും. അപ്പോൾ ഇത് കണക്ട് ചെയ്യുക. DJIയുടെ തന്നെ ഒരു DJI Fly എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അങ്ങേയറ്റത്തും ജോസുകൊണ്ട് അങ്ങേയറ്റത്തും ജോസുട്ടാ താഴെ പോയേക്കല്ലേ. അപ്പോൾ സംഗതി ഫ്ലൈ ചെയ്യാൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പ് ഫോണൊക്കെ ചെറിയ പൊട്ടലൊക്കെ വേണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഒന്ന് വീണതാണ്. ഞാൻ സഹിതം ഒന്ന് വീണ് കഴിഞ്ഞപ്പം. അപ്പോൾ നമ്മൾ DJIയുടെ ആപ്പ് ഓപ്പൺ ചെയ്തു. വെയിലായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആപ്പ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇത് കണക്റ്റായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗോ ഫ്ലൈ കൊടുക്കുക. ഇങ്ങനെ സിമ്മ ഞെക്കിയതുകൊണ്ട് നമ്മുടെ ടവറൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് മാറി നിന്ന് എന്തായാലും അങ്ങോട്ട് ഇറങ്ങി പോകാം. അപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ എപ്പോഴും വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഫ്ലൈ ചെയ്യാൻ പോവാണ്. റെഡി, ടേക്ക് ഓഫ്. കൊണ്ടുപോക്ക്. എന്നാ സിഗ്നൽ ലോസ്റ്റ് ഇല്ല. അപ്പോൾ ഞങ്ങളിത് പറപ്പിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്യുന്നു. പിള്ളേർ ഇത് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയും കൂടെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഫ്ലൈ ചെയ്ത ഇതിനകത്തുള്ള നമ്മുടെ ഡ്രോണിനകത്തുണ്ടായിരുന്ന മെമ്മറി ഫുള്ളായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ മെമ്മറി മാറ്റിയിട്ട് അടുത്ത മെമ്മറി ഇടുക കേട്ടോ. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ നമുക്ക് പറപ്പിക്കാം. നമ്മൾ ഇതിനകത്തെ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. വീഡിയോയുടെ കൂടെ ഉണ്ട് കേട്ടോ. തിരിച്ചു പിടിക്കുക. ഫ്ലൈ ചെയ്യാൻ എളുപ്പം എപ്പോഴും മുന്നോട്ട് വെക്കുക കേട്ടോ. മുന്നോട്ട് ക്യാമറ ഫ്രണ്ടിൽ വരുന്ന രീതിക്ക്. ഇതെന്നാ പിള്ളേർ കാണിക്കുന്നത്. ഇപ്പോൾ ടേക്ക് ഓഫ് വീണ്ടും. പുറകോട്ടങ്ങ് നോക്കുക. നമുക്ക് ഒന്ന് ക്യാമറ ഒന്ന് സെറ്റാക്കട്ടെ. ഗൈസ്
കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങ് മണ്ടയിൽ ഉണ്ട്. ഇവിടെ അച്ചാച്ച ഓടിക്കുന്നുണ്ട്. ജോസൂട്ടിന് അവിടെ കുഞ്ഞിപ്പെണ്ണ വെയിലാന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറിയിപ്പോണ്ട്. അതെ, ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറയാം. വെയിലാണ്. നമ്മളെന്താ ഈ വീഡിയോ ഇടുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഈ വീഡിയോക്കകത്ത് കാണുന്നില്ല. കുറേ നേരം. അപ്പോൾ അതെ, ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കട്ടോ. ഡ്രോൺ പറത്തി അങ്ങ് മണ്ടയിൽ ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നതാണ്. ജോസൂട്ടിനും കുഞ്ഞിപ്പെണ്ണും അങ്ങ് താഴെയുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും വരാറുള്ള ഈ പാറയുടെ പൊക്കമാട്ടോ ഈ കാണുന്നത്. ഒത്തിരി ഉയരത്തിലാണ് ഡ്രോണ്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കൊരു പ്രാക്ടീസ് ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒത്തിരി ഉയരത്തിലേക്ക് പൊക്കാനൊക്കെ ഒരു ചെറിയൊരു ഉള്ളിൻ്റെ ഒരു ഭയമുണ്ട്. താഴേക്ക് വലിയ പൊക്കയാണ്. അപ്പോൾ അതാ കാണുന്ന വെള്ളത്തൂൽ ഭാഗമൊക്കെ കേട്ടോ. വെള്ളത്തൂൽ ഇതാണ് എപ്പോഴും ആ വളവ് തിരിഞ്ഞ് വരുന്ന നേരത്തെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പാറ പൊട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഈ റോഡിൻ്റെ തൊട്ട് താഴെയാണ്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സ്ഥലമാണ്. ഇതിൻ്റെ ഈ പാറയുടെ മണ്ടയൊക്കെയാണ് ഞങ്ങൾ എപ്പോഴും തന്നെ വരുന്നത്. ഒരുമാതിരി ലെവലാണ്, നമുക്ക് കാണാനൊക്കെ നല്ല സൗന്ദര്യമുള്ള സ്ഥലമാണ്. അതിൻ്റെ മണ്ടയിൽ നിൽക്കാൻ ഭയങ്കര രസമാണ്. സർജ് കുന്നെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സർജ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഏതാണ്ട് ഞങ്ങൾ രണ്ടുപേരും പൊട്ടുപോലെ നിൽക്കുന്നു. ജോസൂട്ടനും അവളും നേരെ പുറകോട്ട്, ജോലും കൂടെ അതിൻ്റെ പുറകോട്ട്. വെയിലുള്ളത് കാരണം നല്ല നട്ടുച്ചയ്ക്കായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. ഞങ്ങൾ മാറി നിന്നു. അപ്പോൾ കാണുന്ന കേട്ടോ സർജ് ചെറുതായിട്ട് കാണുന്നുണ്ടോ? ഓവർഫോസിലേക്ക് വെള്ളം പോകുമ്പോൾ ഓവർഫ്ലോ ആകുന്ന സംഭവം അത്. അപ്പോൾ പന്നിയാറുകൂട്ടി വെള്ളത്തൂൽ 6 കാണുന്നത്. വെള്ളത്തൂൽ ഭാഗമായി കാണുന്നതൊക്കെ. അപ്പോൾ എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് കാണാൻ. ആകാശക്കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ തുരങ്കമൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ നാട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത സ്ഥലമായത്. ഇതെല്ലാവരും വരുവാണെങ്കിൽ ഇവിടെ ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ എസ് പോലെ ഇരിക്കുന്ന സ്ഥലത്തൂടെയാണ് ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോകുന്നത്. നല്ല വീതിയുള്ള ഹൈവേ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല കയറ്റമായി സ്ഥലം. അപ്പോൾ എന്തായാലും ഡ്രോണയിൽ ഞങ്ങളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ വരുന്നവരൊക്കെ ഈ ഭാഗത്ത് വരണം കേട്ടോ. മൂന്നാർ പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ്. പെട്ടെന്ന് വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല, എന്നാലും കാണാം. അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താലും മതി. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാം വഴിയൊക്കെ. നല്ല ഭംഗി. നമ്മളിപ്പോൾ ഈ ഡ്രോണിനകത്ത് കാണുന്നാലും അല്ല വീഡിയോ കാഴ്ചയ്ക്കകത്ത് കാണുന്നാലൊന്നും അല്ല, കുറച്ചും കൂടെ ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യാം ഇവിടെ വന്നിട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ മനസ്സിലാകും. ഇത് ഉച്ചയായതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റിയില്ല. നല്ല ചൂടാണ്. നല്ല കാറ്റുള്ള സമയം നമ്മൾ ചൂടറിയത്തില്ല. അല്ലെ വൈകുന്നേര സമയം സൺസെറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം. അപ്പോൾ എന്തായാലും അവർ ജോസൂട്ടനും കുഞ്ഞിപ്പെണ്ണും കൂടെ മേളിൽ കയറി അവരവിടെ ഇരിക്കുക കേട്ടോ. അവരും വെയിലടിച്ചൊരു മടുത്തു. അത് എപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും താത്തി അതിൻ്റെ ആ വ്യൂ ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവും. താഴെയുള്ള ആ പാറപ്പുറത്തുള്ള പൂവൊക്കെ ആട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഡ്രോൺ ഷൂട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മേടിച്ചിട്ട് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ 2-3 ദിവസം മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് മുറ്റത്തൊന്ന് പൊക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുക്കാനൊരു സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് വെയിലായതുകൊണ്ട് എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ കാണുന്നതാണ് കേട്ടോ പന്നിയാറുകൂട്ടി പൊന്മുടി ഭാഗമാണ് കാണുന്നത്. മലനിരകളാണ് കേട്ടോ, നിറയെ മലകളാണ് കാണുന്നത്. ഇത് കണ്ടോ ഞങ്ങളുടെ എസ് ആകൃതിയിലുള്ള റോഡ് കണ്ടോ. ഈ റോഡിൽ കൂടെ ഞങ്ങൾ നേരെ പോകണത് മൂന്നാർ പോകണത് വെള്ളത്തൂൽ അടിമാലി ഭാഗത്തോട്ട് പോകുന്ന ഒരു റോഡാണ്. തൊട്ടുമേളിലൊക്കെ റിസോർട്ടുകളാണ്. ഇപ്പോൾ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ്. ഇഷ്ടംപോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സ്ഥലമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ട്. അതിലൊക്കെ ആവശ്യക്കാരായിട്ടൊക്കെ ഉള്ള പറഞ്ഞാൽ മതി. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. സർജ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഡ്രോൺ ഷൂട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അടിപൊളിയായിട്ടെല്ലാം പറത്തി. അപ്പോൾ അച്ചുവും പറത്തിയിട്ടോ ഗൈസ്. അപ്പോൾ നന്നായിട്ട് കാറ്റൊക്കെ വന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. കാറ്റുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വിന്തിനെയൊക്കെ പ്രതിരോധിക്കുന്നതാണ്. നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വിഷയമില്ലാത്തതാണ്. ഇതുപോലെ ക്യാപ്സൂൾ ആക്കിയിട്ടാണ് ചെറുതായിട്ട് ഞങ്ങൾ മടക്കി. വീഡിയോ എന്തായാലും കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം ഞങ്ങളുടെ ഒരു കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഫ്ലൈ ചെയ്ത് പറപ്പിച്ച് പഠിച്ചായിരുന്നു. ഉച്ചയായി വെയിലല്ലേ, നല്ല വെയിലാണ്, രാവിലെ മഞ്ഞൊക്കെ ഉള്ള സമയം. അതെ. അപ്പം ഞങ്ങൾ എന്തായാലും എപ്പോഴും വരുന്ന സ്ഥലമാണ് കേട്ടോ.
എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു ബാറ്ററിയൊക്കെ നന്നായിട്ട് നിൽക്കും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഉച്ചയായി കറക്റ്റ്, അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നേരമായി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ചെയ്യുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണുന്നവരും ബൈ ബൈ.